ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോൺ ചെയിനാണ്. അത് രണ്ട് തരത്തിലുണ്ടാണ്. ഇതേപോലെയും ഇതുപോലെയും രണ്ട് തരത്തിലുള്ള. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ സാധാരണ ഒരു ത്രെഡാണ് എടുത്തേക്കുന്നത്. രണ്ടിനും നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നതെന്നും ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഒരെണ്ണം അടിയിൽ നമ്മൾ ചെയ്തേക്കുന്ന ഈ സ്ക്വയർ പോലെയുള്ളതിനകത്ത് ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ച് അതിൽ നമുക്ക് എത്ര ലെന്ത് വേണോ അതനുസരിച്ച് വെക്കാം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് മേളിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുക്കുക. സാധാരണ ഒരു ത്രെഡാണ് എടുത്തേക്കുന്നത്. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ പയ്യെ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു മേളിൽ ത്രെഡ് എടുത്ത് ഒന്നാമത്തെ സ്റ്റോണിൽ താഴേക്ക് എടുക്കുക. കണ്ടോ? താഴേക്ക് എടുത്തിട്ട് ഇതുപോലെ ലെന്ത്, അപ്പോൾ രണ്ട് സ്റ്റോണ് വിട്ടിട്ട് നമ്മൾ വീണ്ടും അടിയിൽ നിന്ന് കുത്തി മേളിലേക്ക് എടുക്കാം. അതായത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന അതേ സെയിം ഇതിൽ. എന്നിട്ട് വീണ്ടും അത് താഴേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ രണ്ട് സ്റ്റോണ്, അതായത് ഈ രണ്ട് സ്റ്റോൺ വിട്ട് അതിന് ലെന്ത് എത്രയാണ് അവിടെ വന്നിട്ട് അതുപോലെ മേളിലേക്ക് റിവേഴ്സ് എടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ പിന്നെ അവിടെ മേളിൽ നിന്ന് നമ്മൾ എടുത്തില്ല ഈ ത്രെഡിനെ നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവരാം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇതുണ്ട് ഈ രണ്ട് സ്റ്റോൺ വിട്ട് വീണ്ടും കുത്തുക. എന്നിട്ട് വീണ്ടും അത് മേളിലേക്ക് കൊണ്ടുപോവാം. മനസ്സിലായോ? എന്നിട്ട് വീണ്ടും താഴെ നമ്മൾ ലോക്ക് കൊടുക്കുക. പിന്നെ വീണ്ടും 3 സ്റ്റോണിന് മേളിലേക്ക് എടുക്കുക. 2 സ്റ്റോണുണ്ട് ഇവിടെ. 2 സ്റ്റോണിൻ്റെ മേളിലേക്ക് എടുക്കുക. പിന്നെ അതിന് റിവേഴ്സ് കൊടുക്കുക. നേരെ താഴെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എൻഡിനോട്ട് കൊടുക്കുക. ഇങ്ങനെ കണ്ടോ? ഇതുപോലെ. നെക്സ്റ്റ് നമ്മൾ ഈ സ്റ്റിച്ച് ഗമ്മ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് മേളിൽ നിന്ന് നമ്മൾ ഒരു ത്രെഡ് എടുക്കുക കേട്ടോ. നമ്മൾ സ്ക്വയർ പോലെയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് എടുക്കുക. ഇതിൽ നമ്മൾ ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴെ നിന്ന് എടുത്ത ശേഷം അടിയിൽ കൂടെ ഒരു സ്റ്റോണിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ത്രെഡ് കൊണ്ടുപോകുക. സ്ക്വയർ പോലെ കേട്ടോ. സ്ക്വയർ പോലെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് ഈ ത്രെഡിനെ ഇതിൻ്റെ ഈ മേളത്തെ സ്റ്റോണിൻ്റെ മേളിൽ കൂടെ എടുത്തിട്ട് താഴോട്ട്. അപ്പോൾ ഇത് സ്ക്വയർ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. കണ്ടോ? എന്നിട്ട് അടുത്ത സ്റ്റോണിൻ്റെ അടിഭാഗത്തൂടെ കുത്തുക. അവിടെ നിന്ന് നമ്മൾ ഈ ത്രെഡിനെ മേളിലേക്ക് എടുക്കുക. ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റോണ് മേളിൽ തന്നെ, പിന്നെ താഴേക്ക്, പിന്നെ അടുത്തത് താഴേന്ന് മേളിലേക്ക്. ഓരോ സ്റ്റോണിലും നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. മേളിൽ നിന്ന് അടുത്ത സ്റ്റോണിലേക്ക് സ്ക്വയർ പോലെ ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ സ്റ്റോണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ത്രെഡ് വർക്ക് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സ്ക്വയർ ചെയ്തിട്ട് ഇവിടെ എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. നമ്മളുടെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഇവിടെ നമ്മൾ സ്ക്വയർ പോലെ മേളിൽ നിന്ന് താഴേക്ക് അങ്ങനെ. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റോണിൻ്റെ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കി, എന്നിട്ട് അത് നേരെ താഴെ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റോണിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് എടുത്ത് വീണ്ടും അത് മേളിൽ പോയി അവിടെ നിന്ന് ത്രെഡ് എടുത്ത് വീണ്ടും താഴേക്ക് വന്ന് അങ്ങനെ സ്ക്വയർ പോലെ ഇത് കണ്ടിന്യൂ ചെയ്തു പോവാം. പിന്നെ ഇത് വേറൊരു മെത്തേഡ്. ഇതിനതിൽ നമ്മൾ ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. ഗോഡ് ബ്ലെസ് യു ഓൾ.